ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ ലൈറ്റ് ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ലെസൻ്റെ പാർട്ട് 2 ആണ്. നമ്മുടെ ഇതിന് പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോകാം. ആക്ടിവിറ്റി 6 ആണിത്. 5 വരെ നമ്മൾ പറഞ്ഞതാണ്. ആക്ടിവിറ്റി 6 എന്താണെന്ന് നോക്കാം. Let us use a piece of pipe or a long rubber tube, light a candle and fix it on the table on one end of the room, and now standing at the other end of the room, look at the candle through the pipe. നോക്കി, ഒരു മേശയിൽ നമ്മളൊരു റൂമിൻ്റെ ഒരറ്റത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് മറ്റേ അറ്റത്ത് നമ്മളൊരു പൈപ്പ്, ഇതുപോലത്തെ ഒരു പൈപ്പ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൈപ്പ് വെച്ച് ഈ മെഴുകുതിരിയെ നോക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മെഴുകുതിരി കാണാൻ പറ്റുമോ എന്ന് നോക്കുക. Bend the pipe a little while you are looking at the candle. Is the candle visible now? Turn the pipe little to your right or left. Can you see the candle now? നോക്കി, ഇവിടെ രണ്ട് ടൈപ്പ് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ്, രണ്ടാമത് വളഞ്ഞ ഒരു പൈപ്പ്. പക്ഷേ ഈ വളഞ്ഞ പൈപ്പ് വഴി നമ്മൾ ഈ ക്യാൻഡിലിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കിയാൽ അത് കാണത്തില്ല. പിന്നെ നമ്മളിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്പം സൈഡൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്യാൻഡിലിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, ആ പൈപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഈ ബെൻഡ് ചെയ്തത്. മനസ്സിലായോ? പക്ഷേ ഈ സ്ട്രെയിറ്റ് പൈപ്പ് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? എപ്പോഴും ലൈറ്റ് സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ. ദിസ് സജസ്റ്റ് ദാറ്റ് ദ ലൈറ്റ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു നേർരേഖയിലൂടെ മാത്രമാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്. എങ്ങനെയാണ് വസ്തുവിനെ കാണിക്കുന്നത്? ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, അതിൽ നിന്ന് ടോർച്ചോ കാൻഡിലോ എന്തേലും, അതിൽ നിന്ന് വരുന്ന വെളിച്ചം ഈ വസ്തുവിൽ പതിക്കുന്നു. എന്നിട്ട് ആ വസ്തുവിൽ പതിച്ച വെളിച്ചം എന്താണ്? നമ്മുടെ കണ്ണിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെയാണ് നമ്മൾ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒന്നും ലൈറ്റ് സഞ്ചരിക്കുന്നതേ ഇല്ല. That is why when opaque objects obstruct it, a shadow forms. ഇതുകൊണ്ട് തന്നെയാണ് ഷാഡോ ഉണ്ടാകുന്നത്. നമ്മൾ ഷാഡോയെക്കുറിച്ചും പഠിച്ചതാണ്. അതായത് ഒരു വസ്തു, അതിൻ്റെ മുകളിലേക്ക് വെളിച്ചം വന്ന് വീഴുന്നു. വെളിച്ചം വന്ന് വീഴുമ്പോൾ എന്താണ്? ഇതിനകത്തിലൂടെ കടത്തിവിടാത്ത ഒപ്പേക്ക് ഒബ്ജക്ട്സ് അല്ലേ, ഇതിനകത്തേക്കുള്ള പ്രകാശം കടന്നു പോകാത്ത വസ്തുക്കൾ ഇതിനെ പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഇതിന് വളഞ്ഞും എന്താ പറയുന്നത്, ഈ വസ്തുവിലൂടെ വളഞ്ഞൊന്നും നമ്മുടെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ വളഞ്ഞ് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഷാഡോ ഫോം ചെയ്യത്തില്ല. ആ പ്രകാശം നമുക്ക് ഇങ്ങനെ വളഞ്ഞിങ്ങി വന്നേനെ. പക്ഷേ അത് പറ്റുന്നില്ല. അതെന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് തടസ്സം നേരിടുന്നു, അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് തടസ്സം നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഡോ ഉണ്ടാകുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് മിറേഴ്സ് ആൻഡ് റിഫ്ലക്ഷൻസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. We all use mirrors at home. You look into the mirror and see your own face inside the mirror. What do you see is a reflection of your face in the mirror. നമ്മളെല്ലാവരും കണ്ണാടി നോക്കുന്നവരല്ലേ? അപ്പോൾ രാവിലെ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി നമ്മുടെ ഫേസൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല പൊട്ടൊക്കെ തൊട്ട് അല്ലെ, നമ്മൾ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ ചീവി നന്നായിട്ട് പോകുന്നു. അത് നമ്മൾ എന്തിനാണ് ഈ കണ്ണാടി നോക്കുന്നത്? നമ്മുടെ മുഖം നമുക്ക് ആ കണ്ണാടിയിൽ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് റിഫ്ലക്ഷനാണ്, നമ്മുടെ മുഖത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ആ കണ്ണാടിക്കകത്ത് കാണുന്നത്. ഇതുപോലെ മറ്റു എല്ലാ ഒബ്ജക്ട്സിനും ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഉണ്ടാകാം കേട്ടോ, മിററിൽ. സംടൈംസ് വി സീ റിഫ്ലക്ഷൻസ് ഓഫ് ട്രീസ്, ബിൽഡിങ്സ് ആൻഡ് അതർ ഒബ്ജക്ട്സ് ഇൻ ദ വാട്ടർ ഓഫ് പോണ്ട് ഓർ ലേക്ക്. അതുപോലെ വെള്ളത്തിൽ, നമ്മൾ നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ മതി, നമുക്ക് അരികിൽ നിൽക്കുന്ന മരങ്ങളുടെയും ഒക്കെ ഷാഡോ നമുക്ക് എവിടെ കാണാം? ഷാഡോ അല്ല, ഇമേജ്. നമുക്ക് അതിൻ്റെ ഒബ്ജക്ട്സിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻസ് എവിടെ കാണാൻ പറ്റും? വെള്ളത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ആക്ടിവിറ്റി 7.
ദിസ് ആക്ടിവിറ്റി ഷുഡ് ബി ഡൺ അറ്റ് ദ നൈറ്റ് ഓർ ഇൻ എ ഡാർക്ക് റൂം. ഇത് രാത്രിയിലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് റൂമിലോ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. Ask one of your friends to hold the mirror in his or her hand at one corner of the room. Stand at another corner of it with a torch in your hand. Cover the glass of torch with your fingers and switch it on. Adjust your fingers with a small gap between them so that you can get a beam of light. Direct the beam of torch light into a mirror that your friend is holding. Do you see a patch of light on other side? ഇത് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അതായത് മിററൊക്കെ വെയിലത്ത് പിടിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ഭിത്തിയിലേക്ക് അടിക്കത്തില്ലേ, സെയിം ആണ്. അതായത് നമ്മളുടെ ഒരു ഡാർക്ക് റൂമിൽ ഒരു ടോർച്ച് ലൈറ്റ് ഒരാൾ പിടിക്കുന്നു, മറ്റേ ആൾ മിററും പിടിക്കുന്നു. എന്നിട്ട് ടോർച്ച് ലൈറ്റ് വെളിച്ചം വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ആ ഫിംഗറിന് ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഗ്യാപ്പിലൂടെ പ്രകാശം മിററിൽ വരുന്നു. ആ മിററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം നമ്മൾ ആ ഭിത്തിയിൽ എവിടെയെങ്കിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാം. ഒരു പാച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇങ്ങനെ അല്ലോ, ഈ ടോർച്ച് വെട്ടം അത് മിററിൽ പതിച്ചിട്ട് തിരിച്ച് ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നതിൻ്റെ ദേഹത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. നമ്മൾ ID കാർഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്കൂൾ IDയുടെ നല്ല റിഫ്ലക്റ്റിംഗ് സർഫസ് ഒക്കെ ആയിരിക്കും, അത് വെച്ചിട്ട് നമ്മൾ നിൽക്കുന്നവൻ്റെ മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ട് അല്ലേ. അത് തന്നെ റിഫ്ലക്ഷൻ. Adjust the direction of the torch so that the patch of light falls on another friend standing in the room. The activity suggests that mirror changes the direction of light that falls on it. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് മിറർ എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈറ്റിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അതായത് ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശം അത് നേരെ ചെന്ന് ആ ഫ്രണ്ടിൻ്റെ മിററിലാണ് വീഴേണ്ടത് അല്ലേ. ആ വീഴുന്ന പ്രകാശത്തിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു, അടുത്ത വോളിലേക്കോ അടുത്തിരിക്കുന്ന ഫ്രണ്ടിൻ്റെ മുഖത്തേക്കോ ഒക്കെ പോകുന്നു. അപ്പം മിററിന് ലൈറ്റിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. Here is an activity that shows light traveling along straight line and getting reflected from the mirror. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി, അത് ഇതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്നൊരു വലിയ തെർമോക്കോൾ ഷീറ്റ് എടുക്കണം. തെർമോക്കോൾ ഷീറ്റ് എടുത്തിട്ട് ഒരു മിററും വേണം. അത് തെർമോക്കോൾ ഷീറ്റിൻ്റെ ഒരു അറ്റത്ത് മിററും മറ്റേ അറ്റത്ത് ഒരു കോമ്പും, ചീപ്പില്ലേ മുടി ചീവുന്നത് വെക്കുക. കീപ് ദീസ് ഓൺ സൺലൈറ്റ് ഓർ സെൻഡ് എ ബീം ഓഫ് ലൈറ്റ് ഫ്രം ടോർച്ച് ത്രൂ ദ കോംബ്. ഇനി ഈ ഒന്നിലെ സൂര്യപ്രകാശത്തെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടോർച്ച് ഉപയോഗിച്ച് ഈ കോമ്പിനകത്തൂടെ പ്രകാശം കടത്തിവിടുക. അപ്പോൾ ഈ കോമ്പിനകത്തൂടെ പോകുമ്പം ഇതിന് ഷാഡോസ് ഉണ്ടായി അല്ലേ, ഈ കോമ്പിൻ്റെ പല്ലിനിടയ്ക്കെല്ലാം ഷാഡോസ് ഉണ്ടായി. ഇത് നമുക്കറിയാം ലൈറ്റ് സ്ട്രെയിറ്റ് പാത്തിലേക്കേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു ഡാർക്ക് ഷീറ്റ് കൂടെ വെക്കണം കേട്ടോ, ഒരു ഡാർക്ക് ഷീറ്റ്, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അതായത് നമ്മൾ തെർമോക്കോൾ ഷീറ്റിന് മുകളിലേക്ക് ഒരു ഡാർക്ക് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പാച്ചസ് മനസ്സിലാകാൻ പറ്റും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ലൈറ്റ് കടത്തി വിടുമ്പോൾ ഈ കോമ്പിലൂടെ വരുന്ന പ്രകാശം ഈ മിററെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് പോകുന്ന ഒരു പാച്ച് നമുക്ക് ആ തെർമോക്കോളിൻ്റെ ഷീറ്റിൽ അല്ലെ തെർമോക്കോൾ നമ്മൾ താഴെ വെച്ചിരിക്കുന്നില്ലേ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ അവരെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്താണെന്ന്. ഒപ്പേക്ക് ഒബ്ജക്ട്സ് മേക്ക് ഷാഡോസ്, അതാണ് കറക്റ്റായിട്ട് നമുക്ക് എഴുതുന്നത്. ഒപ്പേക്ക് ഒബ്ജക്ട്സ് മേക്ക് ഷാഡോസ്. നിങ്ങൾക്ക് അതിൻ്റെ സ്പെല്ലിങ്ങിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഒപ്പേക്ക് ഒബ്ജക്ട്സ് മേക്ക് ഷാഡോസ് ഉണ്ടോ. ഇനി അടുത്തത് കുറേ ഒബ്ജക്ട്സ് നമ്മൾ തന്നിട്ടുണ്ട്. അതിൽ എപ്പേക്കാണോ, ട്രാൻസ്പെറൻ്റ് ആണോ, ട്രാൻസ്ലൂസൻ്റ് ആണോ, ലൂമിനസ് ആണോ, നോൺ ലൂമിനസ് ആണോ എന്നറിയണം. എപ്പേക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടാത്ത, ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ചാൽ കടത്തിവിടുന്നത്, ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി കടത്തിവിടുന്നത്, ലൂമിനസ് എന്ന് പറഞ്ഞാൽ കത്തുന്നത്, സ്വയം കത്തുന്നത്. നോൺ ലൂമിനസ് എന്ന് പറയുന്നത് എന്താണ്, ഒട്ടും തന്നെ പ്രകാശം തരാത്തത്. ഇപ്പോൾ ക്യാൻഡില്, ടോർച്ച്, സണ്ണ് ഇതൊക്കെ ലൂമിനസ് ആണ്. ചെയറ്, ഡെസ്ക്, പെൻസിൽ ഇതൊക്കെ നോൺ ലൂമിനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറേ എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്, എയർ, വാട്ടർ, ഷീറ്റ് ഓഫ് പ്ലെയിൻ ഗ്ലാസ് ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആണ്, അതിനകത്തൂടെ പ്രകാശം കടത്തി വിടും.
ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ളത്. ഷീറ്റ് ഓഫ് പോളിത്തീൻ കവറ്, ഫോഗ്, ഇതൊക്കെ ട്രാൻസ്ലൂസൻ്റ്, അതായത് കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ശരിയല്ലേ? പുകയ്ക്കകത്തൂടെ കുറച്ചേ കാണാൻ പറ്റൂ. ഇനിയും എല്ലാം ഒരു സി ഡി ഉണ്ട്. സി ഡി ഒപ്പേക്കാണ്. ഇവിടെ നമുക്ക് അത് നോൺ ലൂമിനസ് ആണ്. ഇവിടെ ഡാഷ് ഇട്ടിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ലൂമിനസ്. അങ്ങനെ അടുത്തത് അതുപോലെ തന്നെ എല്ലാം ലൈറ്റഡ് ഫ്ലൂറസെൻറ്റ് ട്യൂബ്, അത് ലൂമിനസ് ആണ്, കത്തുന്നതല്ലേ. പിന്നെ അതുപോലെ ഷീറ്റ് ഓഫ് കാർബൺ പേപ്പർ, അത് ഒപ്പേക്കുമാണ്. അപ്പോൾ ഓരോന്നിനും നമ്മൾ നോൺ ലൂമിനസ് ആണ്. ഇതിൻ്റെ എല്ലാം ആൻസർ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇതിനകത്തുണ്ട്. ക്യാൻ യു തിങ്ക് ക്രിയേറ്റിംഗ് എ ഷേപ്പ് ദാറ്റ് യു ഗിവ് എ സർക്കുലർ ഷാഡോ ഇഫ് ഹെൽഡ് ഇൻ വൺ വേ ആൻഡ് റെക്ടാങ്കുലർ ഷാഡോ ഹെൽഡ് ഇൻ അനദർ വേ. അതായത് ഒരേ സാധനം ഇത് രണ്ട് രീതിയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈസിലുള്ള ഷാഡോ. നോക്കി, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് വെച്ചിരിക്കുന്നത്. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഷാഡോയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചു വെച്ചു എന്ന് വെച്ചു, ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് കണ്ടോ, നേരെ തലകുത്തി നിർത്തി. അപ്പോൾ കിട്ടിയത് എന്താണ്? ഒരു റെക്റ്റാങ്കുലർ ഷാഡോ ആണ്. ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മെഴുകുതിരി ആവാം കേട്ടോ. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. In a complete dark room, if you hold up a mirror in front of you, will you see a reflection of yourself in the mirror? നല്ല ഡാർക്ക് റൂമിൽ നിങ്ങൾക്കൊരു മിററിനകത്ത് നിങ്ങളുടെ ഇമേജ് കാണാൻ പറ്റുമോ? നിങ്ങളുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഡാർക്ക് റൂമിൽ പറ്റത്തില്ല. എന്താ കാര്യം? അവിടെ പ്രകാശമില്ല. ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ അതിന് മിററിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. ഇല്ലാത്ത ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ റെഫർ ചെയ്യാത്ത ഒരു ടേമാണിത്. അംബ്ര ആൻഡ് പെനുംബ്ര. Umbra is the dark part of the shadow, whereas the penumbra is the less dark part of the shadow. Umbra is the central part of the shadow, while penumbra is the outer part. Light cannot reach umbra, while light can reach penumbra. അതായത് ഒരു ഷാഡോയ്ക്ക് രണ്ട് പാർട്ടുണ്ട്. അതിലൊന്ന് അംബ്രയും മറ്റേത് പെനുംബ്രയുമാണ്. അംബ്ര എന്ന് പറയുന്നത് ആ ഷാഡോ എത്രയും ഡാർക്ക് ഭാഗമുണ്ടോ ആ ഷാഡോയുടെ ഡാർക്ക് ഭാഗത്തിനാണ് അംബ്ര എന്ന് പറയുന്നത്. പെനുംബ്ര അത്രയും ഡാർക്ക് അല്ലാത്ത ഔട്ടർ മോസ്റ്റ് പോർഷനാണ് പെനുംബ്ര എന്ന് പറയുന്നത്. ഈ പെനുംബ്രയിൽ ഇച്ചിരിയൊക്കെ പ്രകാശം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വീഴുന്നുണ്ട്. അതുകൊണ്ട് അത് അത്ര ഡാർക്ക് അല്ലാതായി മാറുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷാഡോ ആൻഡ് ഇമേജ്. നമ്മൾ ഷാഡോ, നമ്മുടെ ദേഹത്ത് സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ നമുക്ക് നിഴലുണ്ടാവുന്നു. പക്ഷേ നമ്മൾ പിൻഹോൾ ക്യാമറയിൽ ഷാഡോ അല്ല ഉണ്ടാക്കിയത്, ഇമേജാണ്. അതായത് ഒരു വസ്തുവിൻ്റെ ഇമേജാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇമേജും ഷാഡോയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? നമ്മളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമേജ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് റിഫ്ലക്റ്റർ റേസ്. ഇത് ഞാൻ പറഞ്ഞു തന്നതാണ്. അതായത് പിൻഹോൾ ക്യാമറയിൽ ഇപ്പം നമ്മൾ ട്രീയുടെ ഒരു പിക്ചർ ഉണ്ട്. ആ ട്രീയുടെ പിക്ചറിൽ പിൻഹോൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലേക്ക് വരുന്നത്, ആ പിൻഹോളിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് അല്ലേ? പ്രകാശം. ഞാനത് കാണിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻസേർഷൻ, ഇതിനാണ് ഇൻസേർഷൻ. ഈ നടുഭാഗം ഒരുമിച്ച് ചേരുന്നില്ലേ, ഇതിന് ഇൻസേർഷൻ എന്ന് പറയാം. ഈ ഇൻസേർഷൻ കൊണ്ടാണ് ഇത് തലതിരിഞ്ഞ് നമുക്കൊരു ഇമേജ് തരുന്നത്. അപ്പം ഒരു ഇമേജ് ഫോം ചെയ്യുന്ന ഇൻസേർഷൻ മൂലമാണ്. പക്ഷേ ഷാഡോയോ അങ്ങനെയല്ല. ലൈറ്റ് എവിടെ വീഴുന്നോ അതിൻ്റെ പിന്നിൽ ആ ഒബ്ജക്റ്റിന് പിന്നെ ഷാഡോ ഉണ്ടാവും. ഇമേജ് സീൻ വെൻ റിഫ്ലക്റ്റർ റേസ് അപ്രോച്ച് ഒബ്സർവ്സ് ഐ. അതുപോലെ ഇമേജ് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒബ്സർവറിൻ്റെ കണ്ണിലൂടെ അല്ലേ? ആരാണോ നോക്കുന്നത് അവർക്ക് മാത്രമേ ഇതിൻ്റെ ഇമേജ് കാണാൻ പറ്റത്തുള്ളൂ. നോ ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ദ ഒബ്സർവേഴ്സ് ഐ. അതുപോലെ ഷാഡോയ്ക്ക് അങ്ങനെയല്ല, ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് ലൈറ്റൊന്നും വന്ന് വീഴുന്നില്ല. ഇമേജ് ഗീവ് മോർ ഇൻഫർമേഷൻ സച്ച് ആസ് കളർ, സ്ട്രക്ചർ എക്സെട്ര. ഇമേജിനാണ് അതിൻ്റെ കളർ കാണിക്കാൻ പറ്റും, സ്ട്രക്ചർ കാണിക്കാൻ പറ്റും. പക്ഷേ ഷാഡോയ്ക്ക് അങ്ങനെയൊന്നും അല്ല. അത് ഒരു ഫോർമേഷൻ മാത്രമാണ് നമുക്ക് തരുന്നത്. ഇമേജ് ക്യാൻ ബി സ്ട്രെയിറ്റ് ഓർ ഇൻവേർട്ടഡ്. ഒന്നിൽ ഇമേജ് സ്ട്രെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഷാഡോ അങ്ങനെ ഇൻവേർട്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.